الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ച നാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് വേദനകളില്ലാത്ത, ടെൻഷനില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പട്ടണത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരുപാട് വലിയ വലിയ കോൺക്രീറ്റ് സൗധങ്ങൾ, അതെല്ലാം പണി കഴിപ്പിച്ച ആ നാട്ടിലെ വളരെ പ്രശസ്തനായ ഒരു എഞ്ചിനീയർ. അദ്ദേഹം ആ നാട്ടിലെ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു എഞ്ചിനീയറാണ്. അങ്ങനെ ആ കമ്പനിയുടെ കീഴിൽ ഒരു 10-40 വർഷക്കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ച് അദ്ദേഹം ശാരീരികമായ തളർച്ചയും കിതപ്പുകളൊക്കെ അനുഭവപ്പെട്ടപ്പോൾ കമ്പനി ഉടമയോട് പറഞ്ഞു, ഞാൻ ഈ കമ്പനിയിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്നു, ഇനി ഞാൻ വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ്. എനിക്ക് തരാനുള്ള പാരിതോഷികങ്ങളൊക്കെ തന്നാൽ ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. ആ സമയം ആ കമ്പനി ഉടമ അദ്ദേഹത്തോട് പറഞ്ഞു, അവസാനമായി താങ്കൾ ഒരു ഭവനവും കൂടി നിർമ്മിക്കണം. നഗരഹൃദയത്തിൻ്റെ ഭാഗത്തൊരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു കെട്ടിടവും കൂടി പണിയണം. പണിതിട്ട് താങ്കൾ വിശ്രമ ജീവിതത്തിലേക്ക് പോയിക്കൊള്ളുക. മനസ്സില്ലാ മനസ്സോടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അശ്രദ്ധയോടെയും ആലസ്യത്തോടും കൂടി അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ദൃഢതയും ആ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റിയും ഒന്നും അദ്ദേഹം വളരെ കാര്യക്ഷമമായി ശ്രദ്ധിക്കാതെ വളരെ അലംഭാവത്തോടുകൂടി ആ ബിൽഡിംഗ് പണി കഴിപ്പിച്ചു. അങ്ങനെ പണി കഴിപ്പിച്ചതിന് ശേഷം ആ താക്കോൽ തൻ്റെ കമ്പനി ഉടമയെ ഏൽപ്പിക്കുമ്പോൾ കമ്പനി ഉടമ പറഞ്ഞു, ദീർഘകാലമായി എൻ്റെ ഈ കമ്പനിയിൽ ജോലി ചെയ്തതിന് താങ്കൾക്ക് പാരിതോഷികം തരാൻ വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് ഈ ബിൽഡിംഗ് താങ്കളോട് പണിയാൻ പറഞ്ഞത്. ആ താക്കോല് വളരെ സങ്കടത്തോടു കൂടി വാങ്ങുമ്പോഴാണ് അവസാനമായി ഞാൻ നിർമ്മിച്ച ഈ ഭവനം അശ്രദ്ധയോടെ, ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒരു ദൃഢതയില്ലാതെ ആലസ്യത്തിൽ ഞാൻ എങ്ങനെയോ നിർമ്മിച്ചു. ഈ ഭവനത്തിൽ എനിക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുമോ എന്ന ഭീതിയോടെ ആ താക്കോൽ അദ്ദേഹം വാങ്ങുകയാണ്. ഖുതുബയുടെ ആമുഖമായി ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞത്, പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആഗതമാകാൻ പോകുന്ന സൽക്കർമ്മങ്ങളുടെയും ഈ ശക്തമായ ചൂടുകാലത്ത് ഒരു കുളിർമഴ പോലെ കടന്നു വരുന്ന ഈ പരിശുദ്ധ റമളാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ വിരാമം കുറിക്കുന്ന റമളാനാണെങ്കിൽ, ഈ റമളാൻ അതിൻ്റെ ഫൗണ്ടേഷനാകുന്ന, അതിൻ്റെ അഖീദയാകുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൻ്റെ അഖീദയിൽ ദൃഢതയില്ലാതെ വർഷങ്ങളോളം 40-30 ഒരുപാട് റമളാനുകൾ ഒരു ശീലമായി അങ്ങ് കഴിഞ്ഞു പോയതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു, വൈകുന്നേരം വിശ്രമിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ റമളാനും നമസ്കാരവും സക്കാത്തും ഹജ്ജുമൊക്കെ അങ്ങ് വന്നു. പക്ഷേ അതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ അശ്രദ്ധയിലും ആലസ്യത്തിലും പെട്ട് ഈ റമളാൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പാപക്കറകൾ മുഴുവൻ കഴുകി ശുദ്ധിയാക്കി നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടുപറമ്പിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അയൽവാസികൾ, ആ മുസ്ലിമായ സഹോദരൻ, യഥാർത്ഥ സത്യവിശ്വാസിയായ സഹോദരൻ, ഒരാളുടെയും മനസ്സിൽ വേദനയുണ്ടാക്കാത്ത, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യതയോടുകൂടി സൗഹാർദ്ദതയോടുകൂടി നമുക്കിടയിൽ ജീവിച്ച ആ സഹോദരൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ വിശ്വാസികളും സത്യനിഷേധികളും നമ്മളോടൊപ്പം വിശ്വസിച്ചിരുന്ന എല്ലാ സഹോദരങ്ങളും നമ്മെക്കുറിച്ച് നന്മ പറയുന്ന ഒരവസ്ഥയുണ്ടാകണം. പ്രിയമുള്ളവരെ, ഓരോ റമളാനും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബികൾ നമസ്കാരത്തിൽ സഫിൽ നിരന്നു കഴിഞ്ഞാൽ റസൂൽ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തും, സല്ലു സ്വലാത മുവദ്ദിഇൻ, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നമസ്കാരമാണ്. എത്ര കണ്ടത് സൂക്ഷ്മതയോടുകൂടി, എത്ര കണ്ട് സൂക്ഷ്മതയോടുകൂടി സുജൂദും റുകൂഉം ഒക്കെ സമ്പൂർണ്ണമാക്കി നമസ്കരിക്കാൻ കഴിഞ്ഞുവോ, ആ ഒരു വിയോഗത്തെക്കുറിച്ച്, ഒറ്റപ്പെടലിനെക്കുറിച്ച്, ഖബറിൻ്റെ ഏകാന്തതയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ്, ആലോചിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഈ റമളാനിൻ്റെ അനുഗ്രഹീതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പരിശുദ്ധ റമളാൻ വേണ്ടുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തി പകലിൽ, ഈ ചുട്ടുപൊള്ളുന്ന ഈ പകലിൽ റമളാനിൻ്റെ നോമ്പുകൾ അനുഷ്ഠിക്കുകയും രാത്രിയിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ഖിയാമുൽ ലൈലിൽ വളരെയധികം ശ്രദ്ധയോടെ ഭയഭക്തിയോടുകൂടി ഖിയാമുൽ ലൈലിൽ പങ്കെടുക്കുകയും രാത്രി എല്ലാ മനുഷ്യരും നിശബ്ദതയിൽ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ പാതിരാവിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ എൻ്റെ ഭാര്യ അറിയാതെ, എൻ്റെ ഭർത്താവ് അറിയാതെ, എൻ്റെ മക്കളറിയാതെ, എൻ്റെ ഉമ്മയും ഉപ്പയും അറിയാതെ, ഇവിടുത്തെ നിയമപാലകരറിയാതെ ഒരുപാട് പാപകൃത്യങ്ങൾ എന്നിൽ സംഭവിച്ചു പോയി. പടച്ചവനെ, നിനക്കതൊക്കെ അറിയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫ്വുൻ, റബ്ബേ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് അഫൂ ചെയ്തു തരണം, എനിക്ക് പുറത്തു തരണം. തുഹിബ്ബുൽ അഫ്വ, പാപം പൊറുക്കാൻ ഏറെ ഇഷ്ടമുള്ളവനാണല്ലോ അല്ലാഹുവേ. ഫഅഫു അന്നി, ആകയാൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് കരഞ്ഞു കലങ്ങിയ ആ കണ്ണുനീരോടുകൂടി റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുവാനുള്ള മഹാ അവസരമാണ്, ഒരു ജീവിതത്തിലെ അസുലഭ അവസരമാണ് 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ഈ റമളാൻ? സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, ഈ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പൂർവികരായ പ്രവാചകന്മാരുടെ ജനതകൾക്കൊക്കെയും നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? റമളാനിൽ 1 മാസക്കാലത്തെ ഈ നോമ്പ് നാം അനുഷ്ഠിക്കുന്നത് ഖിയാമുൽ ലൈലും സകാത്തും സദഖകളും ഒക്കെ ചെയ്ത്
ഈ റമളാനിലെ നോമ്പ് നാം അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാബോധം, പടച്ചവനെ കുറിച്ചുള്ള തഖ്വയുണ്ടാകുന്നതിനു വേണ്ടി, ദൈവബോധമുണ്ടാകുന്നതിനു വേണ്ടി. ആ ദൈവബോധവും സൂക്ഷ്മതയും കഴിഞ്ഞുപോയ 30-40 റമളാനുകൾ കഴിഞ്ഞുപോയിട്ട് നമുക്കെന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു? നമ്മുടെ കുടുംബത്തിന് എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു? നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന പുതുതലമുറയുടെ മക്കളായ നാളെയുടെ മുവഹ്ഹിദ് തൗഹീദിന്റെ പ്രബോധകരും പ്രചാരകരുമാകേണ്ട നമ്മുടെ മക്കൾ പ്രഭാത നമസ്കാരത്തിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന വിളി കേൾക്കുമ്പോൾ അവർ എഴുന്നേൽക്കുന്നവരാണോ? പാതിരാവിൽ 1 മണിക്കും 2 മണിക്കും വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെയും കളിച്ചു നടങ്ങിയിട്ട് ഒരു മദ്യത്തിന്റെ ലഹരിയിൽ ഉറങ്ങുന്നത് പോലെ ഉറങ്ങുന്നവരാണോ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, കുടുംബാംഗങ്ങൾ എന്ന് നാം പരിശോധിക്കണം പ്രിയമുള്ളവരെ. ഈ റമളാനിന്റെ മഹത്വത്തെക്കുറിച്ച്, വരാൻ പോകുന്ന ഈ നന്മകളുടെ വസന്തകാലമായ പരിശുദ്ധ റമളാനിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മേക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മേക്കാൾ സാമ്പത്തിക ശേഷിയുണ്ടായിരുന്നവർ, നമ്മളുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ പലരും ഈ റമളാനിനെ സജീവമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ പലരും ഇന്ന് പള്ളിക്കാട്ടിലെ ആ അന്ത്യവിശ്രമം കൊള്ളുകയാണ്, പരലോകത്തിന്റെ ബർസഖിലേക്ക് നീങ്ങി. പക്ഷേ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന റമളാനിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. പലപ്പോഴും മനുഷ്യൻ ഓടി നടക്കുന്നതിനിടയിൽ പലതും ചിന്തിക്കില്ല. നമ്മുടെ കാലിനോ കൈക്കോ ഒരു അപകടം പറ്റി 3-4 മാസം ബെഡിൽ തന്നെ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓടി നടന്നപ്പോഴുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, മരണത്തെക്കുറിച്ചും ഇതുപോലെ ഖബറിൽ ഞാൻ ഒറ്റപ്പെട്ട് കിടക്കേണ്ടതിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു പുതുചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിനു വേണ്ടി 1 മാസത്തെ പരിശീലന കളരിയാണ്, തഖ്വയുടെ പരിശീലനമാണ് ഈ പരിശുദ്ധ റമളാൻ. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ സീറയിൽ ഇപ്രകാരം പറയുന്നു: മരണാനന്തര ബർസഖിയായ ജീവിതത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ, അങ്ങനെ അദ്ദേഹത്തോട് ഇഷ്ടമുള്ളത് താങ്കൾ ആഗ്രഹിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം പ്രവചിക്കുകയാണ്, ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്തായിരിക്കുമെന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. ലതമന്നൗ, അയാൾ തീർച്ചയായും ആഗ്രഹിക്കുന്നത് യൗമം മിൻ റമളാൻ, എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ട് റമളാനിൻ്റെ 1 ദിവസം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, സ്വീകാര്യമായ വിശ്വാസവും അഖീദയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നമസ്കാരം, ഒരു സുജൂദ് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ആ റമളാനിന്റെ 1 ദിവസം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുമെന്ന് മഹാനായ ഇബ്നുൽ ജൗസി എന്ന സാത്വികനായ പണ്ഡിതൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ ദിവസത്തിന്റെ, ആ മാസത്തിന്റെ മഹത്വവും ആ മാസത്തിന്റെ പവിത്രതയുമാണ് പ്രിയമുള്ളവരെ. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം, ഒരു ചരിത്ര സംഭവം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് 2 ബഹുദൈവ ആരാധകരായിരുന്ന 2 സഹോദരന്മാർ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വാസികളായി. ആ 2 പേരിൽ ഒരാൾ വളരെ ആവേശത്തോടെ പ്രവാചകന്റെ ധർമ്മസമരങ്ങളിലൊക്കെ മുന്നണി പോരാളിയായിരുന്നു. അദ്ദേഹം ഒരു യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന വ്യക്തി 1 വർഷം കഴിഞ്ഞതിന് ശേഷം സാധാരണ വീട്ടിൽ പായയിൽ കിടന്ന രോഗം ബാധിതനായി അദ്ദേഹം അങ്ങ് മരണപ്പെട്ടു. 2 പേരും മരണം സംഭവിച്ചു. അതിനുശേഷം പിന്നീട് ഒരു അനുചരൻ സ്വപ്നം കാണുകയാണ്, നാളെ പരലോകത്ത് രക്തസാക്ഷിയായ മനുഷ്യനും
സാധാരണ പായയിൽ കിടന്ന് രോഗിയായി വിശ്രമിച്ച് മരണപ്പെട്ടു പോയ ആ മനുഷ്യനെയും നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ രക്തസാക്ഷിയായ മനുഷ്യനോട് പറയുകയാണ്, താങ്കൾ അവിടെ നിന്നുകൊള്ളുക. സാധാരണ രൂപത്തിൽ ആ പായയിൽ കിടന്ന് മരണപ്പെട്ടു പോയ മനുഷ്യനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാണ്. പിന്നീടാണ് രക്തസാക്ഷിയായ മനുഷ്യൻ കടന്നു പോകുന്നത്. ഈ സ്വപ്നത്തെക്കുറിച്ചും ഇത്തരം സംസാരങ്ങളെക്കുറിച്ചും സ്വഹാബികൾക്കിടയിൽ ചർച്ചയായി. ഈ വാർത്ത പ്രവാചകന്റെ ചെവിയിലേക്കുമെത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോട് ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ മിൻ ബഅദഹു സന. അദ്ദേഹം മരണപ്പെട്ടത്, ഈ രക്തസാക്ഷിയായ മനുഷ്യൻ മരണപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണോ അദ്ദേഹം മരണപ്പെട്ടത്? റസൂലിൻ്റെ സ്വഹാബികൾ പറഞ്ഞു, ഖാലു ബല, അതേ പ്രവാചകരെ, ആ രക്തസാക്ഷിയായ മനുഷ്യൻ മരണപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തി, വഅദ്റക റമളാന ഫസ്വാമഹു. ആ 1 വർഷത്തെ പരിശുദ്ധ റമളാനിലെ 30 നോമ്പും അതിലെ സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കാൻ ആ സാധാരണക്കാരൻ സാധാരണ രൂപത്തിൽ മരണപ്പെട്ടു പോയ ആ മനുഷ്യന് സാധിച്ചില്ലയോ? സ്വഹാബികൾ പറഞ്ഞു, ഖാലു ബല, അതേ പ്രവാചകരെ, അതാണ് അതിൻ്റെ കാരണം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് രക്തസാക്ഷിത്വത്തെക്കാളും ഷഹാദത്തിനേക്കാളും മഹിതമായ ഒരു വലിയ മഹത്വമായി കൊണ്ടാണ് പരിശുദ്ധ റമളാനിൻ്റെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നാണ് ആ പ്രവാചക വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ റമളാനിനു വേണ്ടിയിട്ടുള്ള, ഈ വിശുദ്ധമായ റമളാനിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? പരിശുദ്ധ റമളാനിൽ നാം ഇഫ്താറിനു വേണ്ടി നമ്മുടെ വീട്ടിൽ വിഭവസമൃദ്ധമായ നോമ്പുതുറയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ തീൻ മേശകളിൽ പല കളറുകളിലുള്ള, നിറങ്ങളിലുള്ള, വർണ്ണങ്ങളിലുള്ള പഴങ്ങളെക്കുറിച്ചും നോമ്പുതുറകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു നോമ്പുതുറയെക്കുറിച്ച് ഒരിറുക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ നോമ്പുതുറയോ ഇടയത്താഴമോ ഇല്ലാതെ നാം ജീവിക്കുന്ന ഈ നാട്ടിൽ നിന്നകലെ 5000 കിലോമീറ്ററുകൾക്കകലെ ഗസയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസി സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു റൊട്ടിക്ക് വേണ്ടി നിവർത്തിയില്ലാതെ ദിവസങ്ങൾ നോമ്പുകാരായി കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കണം. സൗദിയിലെ ഒരു മുഫ്തിയോട് ഒരു ദരിദ്ര രാജ്യത്തിൻ്റെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിച്ചു, ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല, ഞങ്ങൾക്ക് ഇടയത്താഴത്തിനുള്ള ഭക്ഷണവുമില്ല, ഞങ്ങളുടെ ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് ചോദിക്കുമ്പോൾ നിറകണ്ണുകളോടുകൂടി ഉത്തരം പറയാത്ത ആ മുഫ്തിയുടെ ആ അവസ്ഥ വാർത്താമാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം കണ്ടിട്ടുള്ളവരാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൽ നാം തയ്യാറാകേണ്ടത് ഒരു പുതിയ മനുഷ്യനാകാൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ സംഭവിച്ചു പോയ അരുതായ്മകൾ, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ മനുഷ്യനായി വരുന്ന 30 ദിവസം കഴിയുമ്പോൾ എനിക്ക് ബോധ്യപ്പെടണം, പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തിൽ നിന്ന്. പലപ്പോഴും ഞാൻ പലരുമായി കുടുംബ ബന്ധം വളരെ വേഗം മുറിക്കുന്നൊരു വ്യക്തിയാണ്. പെട്ടെന്ന് ഭാര്യയോട് വല്ലാത്ത രൂപത്തിൽ ശകാരിക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും മക്കളെ ശപിക്കുന്ന വ്യക്തിയാണ്. ആ രൂപങ്ങളൊക്കെ മാറിയിട്ട് ഈ പരിശുദ്ധ റമളാനിലൂടെ, തഖ്വയിലൂടെ നാം ഒരു പുതിയ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ റമളാനിൻ്റെ 30 നോമ്പുകൾ അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമായില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തലുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, ഈ ചുട്ടുപൊള്ളുന്ന ഈ പകലുകളിൽ നോമ്പനുഷ്ഠിക്കുന്ന എല്ലാ സത്യവിശ്വാസികളുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും, 2 കൂട്ടരുടേതൊഴികെ. അതിലൊരു കൂട്ടർ അല്ലാഹുവിനോട്, റബ്ബിനോട് പങ്കുചേർക്കുന്നവരാണ്, ശിർക്ക് പ്രവർത്തിക്കുന്നവരാണ്, അവൻ്റെ വിശ്വാസവും അഖീദയും ശരിയാകാത്ത വ്യക്തിയാണ്. സർവ്വതും അല്ലാഹുവിന് സമർപ്പിക്കേണ്ടതിന് പകരം അവൻ്റെ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ
സൃഷ്ടികളെയും മനുഷ്യരെയും മഹാത്മാക്കളെയും അവരെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരുടെ അഖീദ ശരിയായിട്ടില്ല, വിശ്വാസം ശരിയായിട്ടില്ല. രണ്ടാമത്തെ കൂട്ടരാരാണ്? മാനസികമായി അകന്നു നിൽക്കുന്നവർ, കുടുംബബന്ധം മുറിക്കപ്പെട്ടവർ, മുവഹിദുകളാണ്. സ്വന്തം അനുജനുമായി ജ്യേഷ്ഠത്തിയുമായിട്ട് വർഷങ്ങൾ പിണക്കമാണ്. സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കല്യാണം വിളിക്കാൻ പോയപ്പോൾ നിങ്ങളുടെ മൂത്ത സഹോദരനാണല്ലോ അയൽവാസി, അദ്ദേഹത്തെ കല്യാണം വിളിക്കുന്നില്ലേ? ഇല്ല, ഞങ്ങൾ 2 വർഷമായിട്ട് ചെറിയ പിണക്കത്തിലാണ്. ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇത്തരം കുടുംബ ബന്ധങ്ങളൊക്കെ മുറിക്കപ്പെട്ടിട്ടാണോ പ്രിയമുള്ളവരെ പരിശുദ്ധ റമളാനിനെ നാം സ്വീകരിക്കാൻ പോകുന്നത്? ഹൃദയത്തിൻ്റെ ഇടുങ്ങിയ അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ, കുടുംബബന്ധം മുറിക്കലിൻ്റെ ഇത്തരം വലിയ വലിയ പാപകൃത്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണോ പരിശുദ്ധ റമളാനിനെ നാം സ്വീകരിക്കാൻ പോകുന്നത്? ഒരു കുടുംബത്തിലെ ഒരു അനുജനും ജ്യേഷ്ഠത്തിയും 2 പേര് മാത്രമേ ഉള്ളൂ. ജ്യേഷ്ഠത്തിയുടെ വിവാഹത്തിൻ്റെ സമയമെത്തിയപ്പോൾ പിതാവ് പറഞ്ഞു, എൻ്റെ മോന് ഞാൻ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ പഠിച്ച് അവൻ സമ്പത്ത് നേടിക്കൊള്ളൂ, അതുകൊണ്ട് ഈ വീടും ഈ പറമ്പുമെല്ലാം എൻ്റെ മകൾക്ക് ഞാൻ സ്ത്രീധനമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പലപ്പോഴും ഇത്തരം വിവേചനമാണ്, അറിവില്ലായ്മയാണ് മക്കളുടെയൊക്കെ മനസ്സുകളിൽ വേദനകളും അകലങ്ങളും സൃഷ്ടിക്കുന്നത്. ഈ മകൻ അകലാൻ തുടങ്ങി. 10-20 വർഷക്കാലം ഗൾഫിൽ പണിയെടുത്തു, ധാരാളം സമ്പത്തുകളും വിഭവ നാട്ടിലെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയുമില്ല. ഒരു മുവഹിദായ സുഹൃത്ത് അദ്ദേഹത്തോട് ഈ സങ്കടങ്ങളും ആവലാദികളുമൊക്കെ പറഞ്ഞപ്പോൾ, നിനക്ക് ജന്മം നൽകിയ ഉപ്പയും ഉമ്മയും പിന്നെ നിന്റെ കൂടപ്പുറപ്പുകളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉപ്പയും ഉമ്മയും, എനിക്കൊരു സഹോദരിയുമുണ്ട്, 20 വർഷമായി ഞാൻ അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഞാൻ അകന്നു കഴിയുകയാണ്. എൻ്റെ മൂത്ത മകൾക്ക് ഇപ്പോൾ 13 വയസ്സായി. ഞാൻ ഇതുവരെ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ അവരെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസിയായ ആ സഹോദരൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം വേണമെങ്കിൽ, നീ ചെയ്യുന്ന നിന്റെ ഇബാദത്തുകളും ആരാധനകളും ആകാശ ലോകത്തേക്ക് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നീ സുദൃഢമാക്കണം. അതിലൂടെയാണ് നിനക്ക് സമാധാനവും ശാന്തിയും. ആ സഹോദരൻ കുടുംബവുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് ആ ജ്യേഷ്ഠത്തിയായ സഹോദരി പറഞ്ഞത്, എൻ്റെ അനുജന് തരാതെ ഞാൻ സമ്പത്ത് തട്ടിയെടുക്കുകയില്ല. പക്ഷേ അങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ നീ അകലാൻ തുടങ്ങി, ബന്ധം മുറിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം ഒരു പ്രവാചക വചനമാണ്. കുടുംബബന്ധം മുറിക്കപ്പെട്ടവർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഞാൻ രാവിലെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ സഹോദര സമുദായ അംഗങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശം, അവിടുത്തെ പരസ്യ ബോർഡിൽ ഓരോ മഹിതമായ സന്ദേശങ്ങളും ഭഗവത്ഗീതയുടെയും ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളും എഴുതി വെക്കും. ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ കണ്ട പ്രവാചക വചനം ഇതാണ് പ്രിയമുള്ളവരെ. എന്നാൽ വിശ്വാസികളാകുന്ന നാം ബഹുസ്വര സമൂഹത്തിന് മാതൃകയാകണം. നമ്മുടെ ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമായി പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നാം ഇന്ന് ജുമുഅ കഴിഞ്ഞാൽ നാം അവരുമായി ബന്ധപ്പെടണം. കുടുംബ ബന്ധങ്ങളുമായി, അതുപോലെ തന്നെ ഒരേ സഫിൽ നമസ്കരിക്കുന്നവർ, ഒരുമിച്ച് ഒരേ രൂപത്തിൽ നോമ്പ് തുറക്കുന്നവർ മാനസികമായി അകന്നു നിൽക്കുകയാണ്. ഒരേ സഫിൽ ചേർന്ന് നമസ്കരിക്കുന്നവരാണ്, പക്ഷേ മനസ്സുകൾ അടുക്കുന്നില്ല. ശരീരങ്ങൾ മാത്രം അടുത്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ മനസ്സുകൾ അടുക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ ശരീരങ്ങളോടൊപ്പം മനസ്സുകളും അടുക്കണം. പരിശുദ്ധ റമളാനിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത് നമ്മളോടൊപ്പം നമസ്കരിക്കുന്ന വിശ്വാസികളായ സഹോദരന്മാരിൽ നിന്ന് മാനസികമായി നാം അകലരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം, അതദറൂന മൽ മുഫ്ലിസ്, ആരാണ് യഥാർത്ഥ പാപ്പരെന്നറിയുമോ?
യഥാർത്ഥ ദരിദ്രൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂലിന്റെ സ്വഹാബികൾ പറഞ്ഞത് ഖാലു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ വലാ മതാഅ, നമ്മുടെ കൂട്ടത്തിൽ സമ്പത്തും അതുപോലെ വിഭവങ്ങളൊന്നും ഇല്ലാത്തവരാണ് പരമദരിദ്രൻ. ആ സമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഖാൽ ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട പാപ്പരായവർ ആരാണെന്ന് അറിയുമോ? യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, അവർ നാളെ പരലോകത്ത് നോമ്പും സകാത്തും അതുപോലെ തന്നെ നമസ്കാരവും സൽക്കർമ്മങ്ങളുടെ കൂമ്പാരമായവർ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് വരും. വയഅതി, ആ സമയത്താണ് ആ മനുഷ്യന്റെ മുന്നിലേക്ക് പരാതിക്കാർ കടന്നു വരുന്നത്. വയഅതി ഖദ് ശതമ ഹാദാ വകദഫ ഹാദാ വഅകല മാല ഹാദാ വസഫല വസഫക ദമ ഹാദാ വളറബ ഹാദാ. അല്ലാഹുവേ, എൻ്റെ ആത്മാഭിമാനത്തെ പിച്ചു ചീന്തപ്പെട്ടവനാണ്, എൻ്റെ ധനം അവിഹിതമായി അയാൾ പിടിച്ചു പറിച്ച വ്യക്തിയാണ്. പലപ്പോഴും ജനങ്ങൾക്കിടയിൽ എന്നെ വല്ലാതെ കുറച്ച് കണ്ട വ്യക്തിയാണ്. ഇങ്ങനെ റബ്ബിന്റെ മുന്നിൽ പരാതികളുമായി എത്തുമ്പോൾ റബ്ബിന്റെ കോടതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് ഫയുഅതാ ഹാദാ മിൻ ഹസനാതിഹി, ഈ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ പരാതിക്കാരനിലേക്ക്, നമ്മെക്കുറിച്ച് പരാതികൾ പറഞ്ഞ വ്യക്തികളിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ ഓഹരിക്കപ്പെടുകയാണ്. ആ മനുഷ്യരിലേക്ക് സൽക്കർമ്മങ്ങൾ കൊടുത്തു തീർക്കുന്നതിന് മുമ്പ് ഇയാളുടെ സൽക്കർമ്മങ്ങൾ തീർന്നു പോവുകയാണ്. ഈ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖിദ മിൻ ഖതായാഹും, അവരുടെ പാപങ്ങൾ ഈ മനുഷ്യനിലേക്ക് ഫതുരിഹത് അലൈഹി, യവനിലേക്ക് ചാർത്തപ്പെടും. അയാളിൽ നിന്ന് സംഭവിച്ചു പോയ വ്യഭിചാരങ്ങളും പാപകൃത്യങ്ങളുമെല്ലാം ഇവനിലേക്ക് ചാർത്തപ്പെടും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സുമ്മ തുരിഹ ഫിന്നാർ, അയാളെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ നമ്മുടെ നാവിനെ നാം വളരെയധികം കടിഞ്ഞാണിടണം. ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന നിസ്സാര കാരണങ്ങളുടെ പേരിൽ പിണക്കങ്ങൾ കാണിക്കുന്ന അത്തരം അവസ്ഥകൾ മാറി ഹൃദയ വിശാലതയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. പരിശുദ്ധ റമദാനാകുന്നതിനു മുമ്പ് നമ്മെക്കുറിച്ചുള്ള സങ്കടങ്ങളും ആവലാദികളും പരാതികളും റബ്ബിന്റെ മുന്നിൽ മറ്റൊരു സഹോദരൻ പറഞ്ഞാൽ നാളെ പരലോകത്തെ ഖിയാമത്ത് നാളിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ അയാളിലേക്ക് ഓഹരിക്കപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നാം ഹതഭാഗ്യവാന്മാരായി എല്ലാം നഷ്ടപ്പെട്ടവരായി നരകത്തിലേക്ക് എടുത്തെറിയപ്പെടും. അത്തരം ദുരന്തപൂർണമായ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ നാവിനെയും നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങളെയും ഒക്കെ മാറ്റി ഈ പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് ഹൃദയ വിശാലതകളിലേക്കും കുടുംബ ബന്ധം ചേർക്കുന്നതിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെയും തിരുത്തുകയും പരിശുദ്ധ റമദാനിൻ്റെ നോമ്പ് അതിൻ്റെ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും കൂടി നോമ്പനുഷ്ഠിക്കുവാനും നോമ്പുകാർക്ക് വേണ്ടി സജ്ജമാക്കി വച്ചിരിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.